ISL സീസൺ അതായത് 2025-26 ISL സീസൺ നടക്കുമോ എന്നൊരു ആശങ്ക തന്നെ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഈ ഒരു സീസണിലേക്കുള്ള അത് 2025-26 സീസണിലേക്കുള്ള ഹോം കിറ്റ് നിലവിൽ പുറത്തിറക്കിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി സ്പോൺസേഴ്സ് ആയിട്ടുള്ള സിസ് ബൈ സിസ് സ്പോർട്ടാണ് നിലവിൽ ഈ ഒരു ജേഴ്സി വീണ്ടും പുറത്തിറക്കിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് മുമ്പത്തെയും സ്പോൺസർ ആയിരുന്നു സിസ് ബൈ സിസ് സ്പോർട്ട്. അതിനുശേഷം റോയോ സ്പോർട്സ് മുൻപോട്ട് കടന്നു വരികയും പിന്നീട് വീണ്ടും സിസ് ബൈ സിസ് സ്പോർട്ടിൻ്റെ വക ബ്ലാസ്റ്റേഴ്സിന് ഒരു പുത്തൻ ഹോം കിറ്റും കൂടി നിലവിൽ ലഭിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരമ്പരാഗത നിറമായിട്ടുള്ള യെല്ലോയിൽ തന്നെയാണ് ഈ ഒരു ജേഴ്സി ബിൽഡ് ചെയ്തിട്ടുള്ളത്. പോരാത്തതിന് വളരെയധികം ഒരു 2021 സീസണിലെ ഒരു ടച്ച് ഈ ഒരു ജേഴ്സി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ആ ഒരു ടൈം പീരീഡിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി സ്പോൺസറായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് സിസ് ബൈ സിസ് സ്പോർട്ടായിരുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ഇംപ്ലിമെൻറ്റേഷൻ വീണ്ടും ഈ ഒരു ജേഴ്സിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ആ ഒരു വൈബ് നമുക്ക് ഈ ഒരു ജേഴ്സിയിൽ ലഭിക്കുന്നുണ്ട്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോഗോയിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊമ്പനെ വീണ്ടും ജേഴ്സിയിലേക്ക് തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്, അത് ഹോം ജേഴ്സിയിലേക്ക്. പോരാത്തതിന് ഒരു മികച്ച ജേഴ്സി തന്നെയാണ് നിലവിൽ ഇറക്കിയിട്ടുള്ളത്. പലർക്കും പല അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പോരാത്തതിന് ഇനി കേരള ബ്ലാസ്റ്റേഴ്സും ഒക്കെ തന്നെ ഉള്ള ISL ക്ലബ്ബുകൾക്ക് ഇനി എന്തായിരിക്കും ഒരു ആശങ്ക എന്ന് വളരെ വലുതാണ്. കാരണം ISL നടക്കുമോ എന്നൊരു ആശങ്ക നിലവിൽ നിൽക്കുന്നുണ്ട്. അതായത് യൂണിയൻ മിനിസ്ട്രി പോലും ഈ ഒരു സാഹചര്യത്തിൽ ISLൻ്റെ രക്ഷിക്കാൻ വന്ന റോളിൽ നിന്ന് വരെ പിന്മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ISL ചെലവ് ചുരുക്കി തന്നെ നടത്തും, അതായത് നടത്തിയിരിക്കും എന്നൊരു കൺഫർമേഷൻ അവർ തരുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഒരു ISLനെ ഫണ്ടിങ് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല എന്നൊരു കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഇനി ക്ലബ്ബുകൾക്കാണ് എന്തെങ്കിലും ചെയ്യുവാനായിട്ടുള്ള റോള് എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതിനാൽ തന്നെ ക്ലബ്ബുകളെല്ലാം തന്നെ ഒരു അടിയന്തര യോഗം ഇന്ന് നടത്തുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ ഇന്ന് എന്തായാലും ഒരു മേജർ അപ്ഡേറ്റ് വരുവാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സോ അത് എന്തായാലും വളരെയധികം ക്രൂഷ്യലായിട്ടൊരു അപ്ഡേറ്റ് ആയിരിക്കും. എന്തായാലും യൂണിയൻ മിനിസ്റ്ററി മാറിയതിനാൽ തന്നെ അവർ മാറിയപ്പോൾ തന്നെ ഒരു പുതിയൊരു നിർദ്ദേശം കൂടി മുമ്പോട്ട് വെക്കുന്നുണ്ട്. ISL ഇക്കുറി നടത്തുമ്പോൾ അത് 1-2 സിറ്റീസിലായിട്ട്, അതായത് സൂപ്പർ കപ്പൊക്കെ നടത്തുന്ന പോലെ 1-2 സിറ്റീസിലായിട്ട് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലവ് ചുരുക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് നിലവിൽ അവർ പറയുന്നത്. അതായത് സാധാരണ സൂപ്പർ കപ്പൊക്കെ നടത്തുമ്പോൾ ഒഡീഷ പോലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ കണ്ടുപിടിച്ച് ആ ഒരു റീജിയനിലായിരിക്കും എല്ലാ മത്സരങ്ങളും നടത്തുക. അതേ സമയത്ത് ഇനി ISLും അതുപോലെ ഒരു വളരെയധികം കൺജസ്റ്റഡ് ആയിട്ട്, അതായത് 1-2 പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോട്ടുകൾ കണ്ടുപിടിച്ച് അവിടെ മാത്രമായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചിലവ് ചുരുക്കാൻ സാധിക്കുമെന്നാണ് നിലവിൽ അറിയുവാനായിട്ട് അതായത് യൂണിയൻ മിനിസ്റ്ററി മുൻപോട്ട് വെക്കുന്ന വാദം. പോരാത്തതിന് ഇനി ക്ലബ്ബുകൾക്കായിരിക്കും, അതായത് ISL നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലബ്ബുകൾ ചിലവ് നടത്തണം, അതായത് ചിലവ് എക്സ്പെൻസ് ഒക്കെ നടത്തിക്കോണം എന്നാണ് നിലവിൽ യൂണിയൻ മിനിസ്റ്ററി മുൻപോട്ട് വെക്കുന്ന ഒരു വാദം. പക്ഷേ ISL സസ്പെൻഡ് ചെയ്യുകയില്ല എന്നും യൂണിയൻ മിനിസ്റ്ററി മുൻപോട്ട് വെക്കുന്നുണ്ട്. സോ അതിനാൽ തന്നെ വളരെയധികം കൺഫ്യൂഷൻസ് ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈം പീരീഡിലൂടെ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പുതിയ തങ്ങളുടെ ഹോം ജേഴ്സി ഇറക്കിയിട്ടുണ്ട്. നേരത്തെ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൻ്റെ ടൈം പീരീഡിൽ തങ്ങളുടെ എവേ കിറ്റും അതുകൊണ്ട് തന്നെ തേർഡ് കിറ്റും പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ നിലവിൽ ഹോം കിറ്റും പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിലേക്കാൾ ഒരുപാട് ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു ജേഴ്സി തന്നെയാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ജേഴ്സി ഇട്ട് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് കളത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കും എന്നുള്ളതും വളരെ വലിയൊരു ആശങ്ക തന്നെയാണ്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഈ ഒരു ജേഴ്സി ഇട്ട് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും മത്സരത്തിന് ഇറങ്ങുമെന്നുള്ളത്. സോ ഇനി ISL നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും വരേണ്ടതായിട്ടുണ്ട്. സോ കണ്ടതിനെ അറിയേണ്ടതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത്.